പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഗലാത്യർ 5 അധ്യായം അതിൻ്റെ 13 വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി. സ്തോത്രം. സറണ്ടർ, സ്ലേവ്, സെർവൻറ്റ്. ഈ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മിക്കവരും ചിന്തിക്കുന്നത് ഇത് ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളല്ല എന്നാണ്. പക്ഷേ ജോൺ ഗിൽ എന്ന ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ലവ് മേക്സ് ക്രൈസ്റ്റ് സർവീസ് പെർഫെക്റ്റ് ഫ്രീഡം. അതിനകത്തെ അതിശയകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ, നാം യേശു ക്രിസ്തുവിന് സറണ്ടർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ജീവിതം അവന് ഒരു സർവീസായിട്ട് സമർപ്പിച്ച് പോകുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചോ, എന്തിനു വേണ്ടി നമ്മെ വിളിച്ചോ, അതിന് തക്കതായിട്ട് അതിനു വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്വാതന്ത്ര്യം വരുന്നത് ഒന്നോർത്ത് നോക്കണേ, നമ്മുടെ ആരുടെയും മിടുക്കുകൊണ്ടല്ല. അവൻ നമ്മിൽ പകർന്നിരിക്കുന്ന ആ ഒരു അനുഭവം കൊണ്ട്. അടിമത്തത്തിൻ്റെ ചങ്ങലയെ, പിശാചിൻ്റെ അടിമത്തത്തിൻ്റെ ചങ്ങലയെ, അതിൽ നിന്ന് വി ആർ ഗെറ്റിംഗ് റിഡ് ഓഫ് ദാറ്റ്. പുറത്തു വരിക, പാപത്തിൽ നിന്ന് പുറത്തു വരിക, ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നാം പുറത്തു വരിക. ദൈവമക്കളെ, പാപത്തിൽ നിന്നുള്ള ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് എ ഫ്രീഡം ഇൻഡീഡ്. ഇറ്റ് ഈസ് ഫ്രീഡം ടു ബി ഓൾ വി വർ മെന്റ് ടു ബി. അത് നമുക്ക് വേണ്ടേ? പൗലോസ് നമുക്കൊരു വാർണിംഗ് തരുന്നുണ്ട്. ഈ ഫ്രീഡം നമ്മൾ ഡോണ്ട് യൂസ് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫ്ലഷ്. ഈ സ്വാതന്ത്ര്യം നാം ജഡത്തിന് അവകാശം ആക്കരുത്, ജഡത്തിന് അവസരം ആക്കരുത്. മനസ്സിലായോ? നമ്മൾ ക്രിസ്തുവിലായാൽ നമ്മൾ പൂർണ്ണമായിട്ട് പാപത്തിൽ നിന്ന് ഫ്രീയാണ്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഫ്രീയാണ്. പാപത്തിൻ്റെ ആ മാസ്റ്ററി നമ്മുടെ മേലെ, ആധിപത്യം നമ്മുടെ മേലെ ഉള്ളതിൽ നിന്ന് നാം ഫ്രീ ആവുക. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ടുട്ടിൻ്റെ അധീനത കിടക്കുന്ന ലോകമാണ്. നമ്മളെല്ലാ പാപത്തിൽ നിന്ന് നോട്ട് അറ്റ് ഫ്രീ. കാരണം സിൻലെസ്സായിട്ട് നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. കാരണം പരാജയപ്പെട്ട ദുഷ്ടൻ്റെ ആധിപത്യമുള്ള ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സാത്താൻ അറിയാം നാം എപ്പോഴും ചിലപ്പം പാപം ചെയ്യും. എന്നിട്ട് എപ്പോഴും ഓരോ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നമ്മളെ എങ്ങനെയും ഒന്ന് പാപത്തിൽ വീഴിക്കുവാൻ, അതുമായിട്ട് കൊണ്ടൊന്ന് കൂട്ടിക്കെട്ടുവാനായിട്ട് പിശാചിങ്ങനെ നോക്കി നിൽക്കുക. അതുകൊണ്ടാണ് പോൾ നമുക്കൊരു വാർണിംഗ് തരുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ ലിബർട്ടി നാം മിസ്യൂസ് ചെയ്യരുത്. ഈ ലോകത്തിലേക്ക് ഇറങ്ങി ലോകത്തോട് എന്ന് അനുരൂപമാകാൻ നാം വിട്ടുകൊടുക്കരുത്. നമ്മൾ സാത്താൻ്റെ എല്ലാ ടെംപ്റ്റേഷൻസിൽ നിന്നും ഫ്രീ ആയിട്ട് ജീവിക്കുക, ധൈര്യത്തോടെ ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നാം നിൽക്കണം. എന്നിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഫ്രീഡത്തിൽ, ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ റിജോയ്സ് ചെയ്യണം. പാപത്തിൻ്റെ ആ ശിക്ഷയിൽ നിന്നും ആ അടിമത്തത്തിൽ നിന്നുമൊക്കെ നാം വിടുതൽ പ്രാപിച്ച് വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ സ്വാതന്ത്ര്യത്തെ അബ്യൂസ് ചെയ്യാതെ, പാപത്തിൽ തുടർന്ന് വസിക്കാതിരിക്കാതെ ഒരു സ്വാതന്ത്ര്യമുള്ള ജീവിതം നയിപ്പാൻ്റെ കോണം നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ താങ്ക് ഗോഡ് ദാറ്റ് ഇൻ ക്രൈസ്റ്റ് യു ക്യാൻ എക്സ്പീരിയൻസ് ട്രൂ ഫ്രീഡം. അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പുത്രനാം ദൈവത്തിന് നാം എത്ര മറുപടി പറഞ്ഞാലും
അത് മതിയാകത്തില്ല, അല്ലേ? യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നാം ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിനകത്ത് 23-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയവും നമ്മൾ ഇതിനു മുമ്പൊക്കെ ചിന്തിച്ചിട്ടുള്ളതുമാണ്. ക്രിസ്തീയ ജീവിതം ജയത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തനിച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, സറണ്ടർ എന്നുള്ള വാക്ക് കേട്ടാൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? നമുക്ക് തോന്നും സറണ്ടർ എന്നുള്ള വാക്ക് ചില നെഗറ്റീവ് അസോസിയേഷൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് വരുന്നതാണ്. ശത്രുവിനെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ ജയിച്ച സൈന്യം എപ്പോഴും വെള്ളക്കൊടി ഉയർത്തിപ്പിടിക്കും. അതായത് ശത്രു സൈന്യം ഞങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, ഞങ്ങൾ ജയിച്ചിരിക്കുക എന്ന്. അപ്പോൾ സറണ്ടർ എന്നുള്ള വാക്ക് നമുക്ക് കിട്ടുമ്പോൾ അതെപ്പോഴും കാണിക്കുന്നത് എന്തിനെയാണ്? വീക്ക്നെസ്സിനെയാണ്, ഗിവിങ് അപ്പ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ഡിഫീറ്റഡ് തോറ്റ ആറ്റിറ്റ്യൂഡിനെ അത് കാണിക്കുന്നത്. നഷ്ടപ്പെട്ടവർക്കും ലൂസ് ചെയ്തവർക്കും ഒക്കെയാണ് സറണ്ടർ എന്നുള്ള വാക്ക് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ സൊസൈറ്റിയുടെ വിചാരമാണ് കേട്ടോ. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വിചാരം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ നിയോഗങ്ങളും അങ്ങനെയല്ല ദൈവമക്കളെ. ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് നാം തന്നെ നമ്മുടെ വഴി കണ്ടുപിടിച്ചോണം, നമ്മുടെ സ്വന്തം വഴി നാം ഉണ്ടാക്കണം. അത് ജയിച്ച് പിടിച്ചടക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഏത് വഴി പോകണമെങ്കിലും നമുക്ക് പോകാൻ കഴിയണം. നമുക്കിഷ്ടമുള്ളത് ചെയ്ത് സംഗതികളെ വിൻ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കാൻ പറ്റും. വളരെ പ്രോസ്പെറസായിട്ട്, ഇൻഡിപെൻഡൻ്റായിട്ട്, ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ ആ സെൽഫ് സെൻറ്റേർഡ് കൾച്ചറുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിപ്പാനോ അതിനെക്കുറിച്ചൊരു പ്രോത്സാഹനപരമായ കാര്യത്തിലേക്ക് നടന്നു നീങ്ങുവാനോ ഒന്നും ചിന്തിക്കാതെ ദൈവശക്തിക്ക് നമ്മൾ കീഴ്പ്പെടുത്തി കൊടുക്കണം. വല്ലതിനു വേണ്ടിയോ വല്ലവർക്കും വേണ്ടിയോ നാം ചിലത് ഗീവപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്വന്തം മോട്ടീവ്സ് നാം ഒരിക്കലും ഉപേക്ഷിക്കരുത് കേട്ടോ. അത് ബൈബിൾ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ്റെ ശിഷ്യനായിരിക്കാൻ ഒരാൾ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ത്യജിക്കണമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം ത്യജിച്ചിട്ട് പോയി മരുഭൂമിയിൽ പോയി വസിക്കണമെന്നല്ല, മരുഭൂമിയിൽ പോയി ഇറക്കണമെന്നല്ല. മരുഭൂമി പ്രയാണം ചെയ്യുവാൻ കഴിവ് തരുന്ന കർത്താവിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ ഒരു ശിഷ്യയായിരിക്കുക, അതിൻ്റെ ആ അർത്ഥം കംപ്ലീറ്റ് ഡിനയൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ മേൽ കർത്താവ് ആധിപത്യം പുലർത്തിക്കൊണ്ടുള്ള അങ്ങനത്തെ ഒരു ശിഷ്യത്വത്തിൻ്റെ അനുഭവമാണ് ഒരു പരിധിവരെ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീസസ് വോണ്ട്സ് us to surrender all to him. അതുകൊണ്ട് ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ അനുകാരികളായിട്ടുള്ളവർ വാസ്തവത്തിൽ സറണ്ടർ എന്നുള്ള വാക്കിൻ്റെ മീനിങ് പഠിച്ചേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ. സറണ്ടർ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രത്യാശയും എല്ലാമാണെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് എ ലൈഫ് ഫുൾ ഓഫ് സറണ്ടർ ഫോർ ക്രൈസ്റ്റ് അവർ ലോർഡ് ആയിരിക്കണം. അത് നാം മനസ്സിലാക്കിയെടുക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറ, കർത്താവേ, സറണ്ടർ എന്നുള്ളതിൻ്റെ ആഴം എന്നെ ഒന്ന് നീ മനസ്സിലാക്കിത്താ.
കർത്താവ് തീർച്ചയായിട്ടും മനസ്സിലാക്കി തരും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന ഇത്രത്തോളം ഞങ്ങളെ കാത്തല്ലോ, പരിപാലിച്ചല്ലോ, സഹായിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ കർത്താവേ. പുതിയ ശക്തിയോടെ, പുതിയ ബലത്തോടെ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കുള്ളവരെയെല്ലാം പരിപാലിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.